എവിടെ കുഞ്ഞാലിക്കുട്ടി അന്വേഷിച്ചു, അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം എന്തോ കല്യാണത്തിന് ബിരിയാണി കഴിക്കാൻ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ നിലക്കാണ് അവരുടെ ഐസ്ക്രീം ബിരിയാണി അല്ല, ഐസ്ക്രീം കഴിക്കാൻ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. My dear sisters and brothers, I am very happy to come here. I am campaigning for the LDF in Kerala, but I am very happy to come here and ask you to vote, especially for Comrade K.T. Jaleel, who is the candidate from this area. And you know, poor people, we cannot move without the auto rickshaw. So auto rickshaw is very important for us. That is his symbol. And I hope you will all vote for him. Just now you heard, my mother is a Malayali, was a Malayali, but enakku Malayalam arilla. So I will speak in English. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലുടനീളം ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് KT ജലീലിന് വേണ്ടി പ്രചരണം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഓട്ടോറിക്ഷയാണ്. സാധാരണക്കാരന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വാഹനമാണിത്. നിങ്ങളിപ്പം കേട്ടു, എൻ്റെ അമ്മ മലയാളിയാണ്, പക്ഷേ എനിക്ക് മലയാളം ഒഴുക്കോടെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിക്കുന്നത്. You have heard, now he has become Comrade PC Chacko. You have heard his speech and he has told you why it is necessary to vote for the LDF in Kerala. Because we have to fight against UDF, but we also have to fight against the BJP. That is very important, and that is why LDF is necessary in Kerala. ഇപ്പോൾ നിങ്ങൾ PC ചാക്കോയുടെ പ്രസംഗം കേട്ടു. എന്തുകൊണ്ടാണ് LDFന് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. LDF ജയിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് BJPക്കെതിരെയുള്ള ഒരു വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. I am living in Uttar Pradesh, which is ruled by BJP. Yogi is our chief minister, and BJP people are saying Uttar Pradesh is the model. We want to make Kerala just like Uttar Pradesh. We want to make the hospitals and the schools of Kerala just like Uttar Pradesh. So I want to tell you what is the real picture of Uttar Pradesh. ഞാൻ UPയിൽ നിന്നാണ് വരുന്നത്, ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. യോഗിയാണ് അവിടുത്തെ, യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി. BJPക്കാർ പറയുന്നത് UPയെ ഉത്തർപ്രദേശിനെ മാതൃകയാക്കണമെന്നാണ്. അവിടുത്തെ സ്കൂളുകൾ പോലെ, അവിടുത്തെ കോളേജുകൾ പോലെ ആവണം കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും എന്ന് പറയുന്നു. അതുകൊണ്ട് ആശുപത്രികളും എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താണ് അവിടുത്തെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. I have seen many village schools in Uttar Pradesh, government schools in the village. അവിടെ കുട്ടികളില്ല, ടീച്ചർ ഇല്ല, മാത്ര പശു ഉണ്ട് അവിടെ. In many schools in Uttar Pradesh, government schools, the Dalit children, poor children, they have to sweep the school, they have to clean the toilet. How can poor children study in such an atmosphere? അവിടുത്തെ സ്കൂളുകളിൽ അവിടെ വിദ്യാർത്ഥികളില്ല, അധ്യാപകരില്ല, പശുക്കൾ മാത്രമാണുള്ളത്. അതാണ് സ്കൂളുകളുടെ സ്ഥിതി. ദലിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല. അവർ സ്കൂൾ അടിച്ചു വാരണം. ശൗചാലയങ്ങളൊക്കെ വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ദലിത് കുട്ടികൾക്കാണ്. And you know what LDF government has done in the education sector? Comrade KT Jaleel has also played a very big role. But today the education facilities in Kerala in the government sector are very good. And the children during the corona, they were given 25 kilo of ari in the house so that they can eat and they can study also. Now the government schools standard is so good that more children are going to the government school and less children are going to the private schools. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? അവിടെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിലുണ്ടായിട്ടുള്ള മാറ്റം
25 കിലോ അരി കുട്ടികൾക്ക് കൊടുത്തു. അതുമാത്രമല്ല ഈ സ്കൂളുകളുടെയൊക്കെ നിലവാരം വളരെയധികം വർദ്ധിച്ചു. അതുകൊണ്ട് ആ സ്കൂളുകളിലേക്ക് പ്രവേശനം തേടി കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. In the hospitals of Uttar Pradesh, the condition is very pathetic. In the Medical College Hospital of Gorakhpur, where Yogi is coming from, he belongs to Gorakhpur. In that hospital, one Rogi, he fell from the window. Then his mother went to look for him. She saw her son is dead, and dogs, 8 dogs are eating her son. They were eating the face, eating the hands, eating the legs. This is the terrible condition of the government hospitals. യുപിയിലെ ഗവൺമെൻറ് ആസ്പത്രികളുടെ ശോചനീയമായ അവസ്ഥ നിങ്ങൾക്കറിയോ? ഗോരഖ്പൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ നിന്നാണ് യോഗി വരുന്നത്. യോഗിയുടെ നാടാണ്. അവിടെ ഒരു കുട്ടി ആസ്പത്രിയുടെ ജനവാതിൽ നിന്ന് വീണു. ആ വീണ കുട്ടിയുടെ കയ്യും കാലുമെല്ലാം പട്ടികൾ, 5-8 പട്ടികൾ കടിച്ചു തിന്നുന്ന ഒരവസ്ഥ, അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ് അവിടെ നടന്നത്. My dear sisters and brothers, in Uttar Pradesh and in other states ruled by Congress and BJP, the condition of women is very pathetic. Every day, young girls, women, they are being raped and they are being killed. You heard 3 days back, 4 nuns, they were in the train, and ABVP boys went. They started harassing them. They said, you are doing Mata Parivartan. Those girls, they were crying. They took them from the train to the police station. For 5 hours, those 4 ladies, they were in the police station being harassed because they are Christians, and the BJP is not allowing Christians and Muslims to live freely in their ruled states. We must remember this and we must understand this. യുപിയിലും അതേപോലെ തന്നെ കോൺഗ്രസും BJPയും ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം വളരെയധികം ശോചനീയമാണ്. നമുക്കറിയാം, അവിടെ കുട്ടികൾ, സ്ത്രീകൾ, അതേപോലെ തന്നെ ചെറിയ പിഞ്ചു കുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കൂട്ടം കന്യാസ്ത്രീകൾ, ആ കന്യാസ്ത്രീകളെ ട്രെയിനിൽ വെച്ചിട്ട് ABVPക്കാർ, മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളെ ABVPയുടെ ആളുകൾ അവരെ ഉപദ്രവിക്കുന്നു. അവസാനം അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷനിൽ 5 മണിക്കൂറോളം അവിടെ തടഞ്ഞു നിർത്തി അവരെ ഹറാസ് ചെയ്യുന്നു. അതിനവർ പറയുന്ന കാര്യം, നിങ്ങൾ മതപരിവർത്തനം നടത്താൻ വേണ്ടി വന്നവരാണ്, ഞങ്ങൾ മതപരിവർത്തനം നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഈ നിലക്കാണ് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും അവർ പെരുമാറുന്നത്. There are more than 4,000 young Muslims in the jails of Uttar Pradesh only because of cases connected with Pashu. They are in jail for more than 1 year and they are not getting any bail. They are not getting any justice. യുപിയിലെ ജയിലുകളിൽ 4000-ഓളം വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ നരകയാതന അനുഭവിക്കുന്നുണ്ട്. പശുവിൻ്റെ പേരിലാണ് അവരെ ജയിലിലേക്ക് അയച്ചിട്ടുള്ളത്. 1 കൊല്ലത്തിലധികമായി അവർക്ക് ജാമ്യം കിട്ടുന്നില്ല. അവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. My dear sisters and brothers, BJP is saying that their agenda is development. But I want to tell you, BJP has got only one work. Kallam, 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 kallam. Ravale kallam, Sandhyam kallam, Ratri kallam. They are only telling kallam. Their agenda is not development. Their agenda is something else. BJPക്കാർ അവകാശപ്പെടുന്നത് വികസനമാണ് അവരുടെ അജണ്ട എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് വികസനമൊന്നും അവരുടെ അജണ്ട അല്ല. അവർക്ക് ആകെ അവരുടെ കയ്യിലുള്ളത് കള്ളം പറച്ചിലാണ്. കള്ളം പറച്ചിൽ മാത്രമാണ്. അത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം അവർ ഈ കള്ളത്തരങ്ങളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ട വികസനമല്ല, അവരുടെ അജണ്ട മറ്റു പലതുമാണ്. What is their agenda? They want to take away our rights. They want to finish equality in our country. They want to take the rights of women, minorities, Dalits, workers, peasants, all the sections of the population. They want to take away their rights. They want to control everything. Jeans vanda, mamsam vanda, meenam vanda, mutta vanda, premam vanda, kalyana vanda, pustaka vanda, library vanda, unna vanda. They want to control everything. That is BJP agenda. അവർ നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. സാധാരണക്കാരായ ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. തുല്യതക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയാണ്.
സ്ത്രീകളും ദളിതരും അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായിട്ടുള്ള ആളുകളുടെ എല്ലാം അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. എല്ലാ മേഖലയിലും നിയന്ത്രണം കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാംസം കഴിക്കരുത്, മുട്ട കഴിക്കരുത്, പ്രേമവിവാഹം പാടില്ല, വസ്ത്രം ജീൻസ് ധരിക്കാൻ പാടില്ല, അതേപോലെ മനുഷ്യൻ്റെ സകല ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നിയന്ത്രണം, പുസ്തകം വേണ്ട, ലൈബ്രറി വേണ്ട, എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. So my dear sisters and brothers, it is very necessary to fight against BJP and the policies. I know BJP is not having much strength in Kerala, but BJP is ruling the central government. It is making policies, it is making laws against the people, against the working people and against women, and that is why we have to fight against BJP. Now you must decide, can LDF fight against BJP or can UDF fight against BJP? അതുകൊണ്ട് BJPയുടെ നയങ്ങൾക്കെതിരെ പൊരുതുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP അത്ര പ്രബല കക്ഷിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അവർ കേന്ദ്രം ഭരിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് അവർ നയപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്, നിയമം കൊണ്ടുവരുന്നത്. അത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഈ BJPയെ നേരിടാൻ UDF ആണോ വേണ്ടത്, LDF ആണോ വേണ്ടത്, ഏത് മുന്നണിക്കാണ് കഴിയുക എന്നുള്ള കാര്യമാണ്. UDF is in no position to fight against the BJP. You have seen Comrade PC Chako, all the big Congress leaders, they are all running. Evade poi, they are running like PT Usha in Kerala. Rosa Kutti Amma poi, Suresh Babu poi, the Latika or a very big leader, she has shaved her head, poor lady. So this is the condition of the Congress. They cannot fight against BJP. UDFന് BJPയെ നേരിടാൻ കഴിയില്ല, അവർക്കതിന് കഴിയില്ല. അതിൽ നിന്നിപ്പം PC ചാക്കോ നിങ്ങളിവിടെ കണ്ടു, ഇവിടെ പ്രസംഗിച്ചു, അദ്ദേഹം പോയി. ഇവിടെ കോൺഗ്രസ്സിലെ നേതാക്കന്മാരെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട PT ഉഷയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. റോസക്കുട്ടി ടീച്ചർ പോയി, അതേപോലെ തന്നെ സുരേഷ് ബാബു ആ പാർട്ടിയിൽ നിന്ന് പോയി. ലളിത സുഭാഷ് എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ നേതാവ് തലമുണ്ടനം ചെയ്തിട്ട് ആ പാർട്ടിയിൽ നിന്ന് പോയി. ഈ നിലക്ക് BJPയിൽ UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. I want you to remember, there was a Congress government in Madhya Pradesh, but 23 Congress MLAs, they joined BJP and the Congress government fell and the BJP government was formed. So these Congress party people, they are ready to sacrifice their own government and join the BJP. This is their character now. മധ്യപ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? 23 കോൺഗ്രസ് MLAമാർ BJPയിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസ്സിന് അവിടെ ഭരണം നഷ്ടപ്പെട്ടു. അതാണ് കോൺഗ്രസ് MLAമാരുടെ സ്ഥിതി. അവരുടെ ഭരണം പോലും പൊളിച്ചിട്ട് മറുഭാഗത്തേക്ക് പോവാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. Now you know that there is a municipal corporation of Gurgaon near Delhi. It is a big municipal corporation. Just last week, that municipal corporation, they have passed a law, a new law. What is that law? Meat shops license fee is double, but meat shops will remain closed on Tuesday. This is the new law passed by Gurgaon Municipal Corporation. There is a BJP mayor, yes, but there is a Congress deputy mayor. Congress has also supported that resolution that the meat shop license must be double and Tuesday must remain closed. That means they want to harass the poor people who are selling meat in that place in Gurgaon. ഗുഡ്ഗാവ് മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടുത്തെ ഒരു വലിയ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അവർ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു നിയമം, അവർ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാൽ മാംസം വിൽക്കുന്ന കടകളുടെ ലൈസൻസ് ഫീ അവർ ഇരട്ടിയാക്കി. അതേസമയം തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു. BJPയുടെ മേയറാണ് അവിടെയുള്ളത്, കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്ന കാര്യത്തിൽ രണ്ടു പേർക്കും ഒരേ നിലപാടായിരുന്നു. ഈ നിലക്കാണ് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. There are now 19 UDF MPs in Parliament, in Lok Sabha. Only one LDF MP, Comrade Arif from Alapura. But what these MPs are doing inside the Parliament? You know, BJP government has brought CAA law. That law is for harassing the minorities. It is for harassing the Dalits.
and the poor people. For that purpose, they have brought the CAA law. I want to tell you, when CAA law was brought in the parliament, everybody is looking. What are they looking? You know, I am also from Malabar. I have got one Veliatan. Veliatan Perenda Kunyalakuttiyatan. Everybody in parliament is looking. Government is bringing CAA. Kunyalakutti evade? Kunyalakutti evade? Kunyalakutti poi. Evade poi? Biryani kachchu poi. Illa, biryani illa. Ice cream kachchu poi. That is, comrade, our Kunyalakuttiyatan. When such a bill is being brought to harass the minorities, he is not in the parliament, he is not speaking against the government. My dear brothers and sisters, All India Muslim League says they are fighting for the rights of the minorities. But when the minorities are being attacked, then they are keeping mum, they are going outside the parliament. കേരളത്തിൽ നിന്ന് 19 UDF എംപിമാരുണ്ട്. ഇടതുപക്ഷത്തിനാണെങ്കിൽ സഖാവ് ആരിഫ് ആലപ്പുഴയിലെ MP മാത്രമാണുള്ളത്. എന്നിട്ട് എന്താണ് കാര്യം? നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. ആ പൗരത്വ നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും വേട്ടയാടുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ ചർച്ച വന്ന സമയത്ത് എല്ലാവരും തിരിഞ്ഞ് നോക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ടയാളെ, നിങ്ങൾക്കറിയാം, ഞാനും മലബാറിൽ നിന്നാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ വലിയേട്ടന്മാരുണ്ടാവും, കാരണവരുണ്ടാവും. ഇവിടെ നമ്മുടെ വലിയേട്ടനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെയാണ് അന്വേഷിച്ചത്. എവിടെ കുഞ്ഞാലിക്കുട്ടി അന്വേഷിച്ചു, അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം എന്തോ കല്യാണത്തിന് ബിരിയാണി കഴിക്കാൻ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ നിലക്കാണ് അവരുടെ നിലപാട് വരുന്നത്. ഐസ്ക്രീം ബിരിയാണി അല്ല, ഐസ്ക്രീം കഴിക്കാൻ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. So they are saying that they are fighting for the rights of the minorities. മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതുന്ന പാർട്ടി എന്നാണ്. എന്നാൽ അവരുടെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അവരെ ആരെയും പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞില്ല. And our LDF government, you know, they have passed a resolution in the assembly. We will not implement CAA, we will not implement NRC, and they have made a commitment to the people of Kerala. In Kerala, no CAA, no NRC. That is the promise of the LDF government. അതേസമയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിൽ പറയുന്നത് NRC, പൗരത്വ നിയമ ഭേദഗതി, നമ്മുടെ ജനസംഖ്യാ രജിസ്റ്റർ, ഇതൊന്നും തന്നെ കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അത് ഒരിക്കലും നടപ്പാക്കില്ല എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള അവരുടെ കമ്മിറ്റ്മെൻ്റാണ് അതിലൂടെ അവർ കാണിച്ചത്. My dear sisters and brothers, UDF cannot fight against BJP, and UDF cannot do anything for the people of Kerala. Yesterday I read in the papers that the Ponnani MP, Shri Bashir, he gave a statement, LDF has done nothing. All programs are UDF programs. Now LDF is just carrying on with UDF programs. UDFന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പൊന്നാനിയിലെ MP ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു. LDF ഗവൺമെൻറ് ഇവിടെ പുതുതായിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ല, UDF നടപ്പാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ് LDF മേനി പറഞ്ഞ് നടക്കുന്നത് എന്ന്. But what was the situation when UDF was here, when Uman Chandi was the chief minister? Pavanpatti people, Vidwa, they are getting 600 rupees pension. And to get the pension, they have to go to the bank. The bank is far away. The bank manager will say, Nalava, Matanalava, and that poor person has to come back to the house. When LDF government came, we are giving 1600 rupees pension, and pension is coming in the house. No need for the poor person to go anywhere. UDF ഭരിച്ചിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തായിരുന്നു നമ്മുടെ പാവപ്പെട്ട വിധവകളുടെ അഗതികളുടെ പെൻഷൻ്റെ കാര്യം? അവർക്കാകെ കിട്ടിയിരുന്നത് 600 രൂപയാണ്. ഈ 600 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ബാങ്കിലേക്ക് പോകണം. ബാങ്ക് മാനേജർ പറയും നാളെ വാ, മറ്റന്നാളെ വാ. ഈ നിലക്ക് അവർ നടന്നുകൊണ്ടിരിക്കണം. എന്നാൽ LDF അധികാരത്തിൽ വന്നപ്പോൾ 600-ന് പകരം 1600 രൂപ. ബാങ്കിലേക്ക് പോവണ്ട, അത് അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് LDF ഉണ്ടാക്കിയത്. When the UDF government was there,
in the ration shops only moona vastu. Ari, panjasara, atta, madi. And when the LDF government came, we are giving pattanala item, pattanala vastu in the ration shop. Ari, atta, panjasara, enne, chaya, dal, pencil, notebook, all 14 items are being given in the ration shop. UDF ഭരിച്ചിരുന്ന കാലത്ത് റേഷൻ കടയിൽ നിന്ന് 3 സാധനങ്ങൾ മാത്രമാണ് കിട്ടിയിരുന്നത്. എന്നാൽ LDF അധികാരത്തിൽ വന്നപ്പോൾ നേരത്തെ കിട്ടിയിരുന്ന അരിയും പഞ്ചസാരയും ആട്ടയ്ക്ക് പുറമെ മറ്റുള്ള ധാന്യങ്ങളും സാധനങ്ങളും അടക്കം 14 തരം സാധനങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി. So we should ask UDF leaders, 1000 rupees pension evade? Paduvanna vastu, ration vastu evade? I will tell you, UDF leaders, they are having Veliya Kumbha. Veliya Kumbha manslayo. 1000 rupees pension kumbal. Paduvanna items, ration, dal, chaya, pencil, notebook, that is also going in the kumbha. UDF people, they are eating everything. They are not giving anything to the people of Kerala. And LDF government is giving everything for the welfare of the people in Kerala. That is the difference between the two governments. UDFിൻ്റെ ആളുകളോട് നമ്മൾ ചോദിക്കണം, എവിടെ 1000 രൂപ പെൻഷൻ, എവിടെ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടേണ്ട 14 ഇനം സാധനങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയല്ലോ, അവർക്ക് വലിയ കുമ്പയുള്ള ആൾക്കാരാണ്. ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം അവരുടെ കുമ്പയിലേക്കാണ് പോകുന്നത്. ഈ അരിയും പഞ്ചസാരയും ധാന്യങ്ങളും എല്ലാം നോട്ട് ബുക്ക് അടക്കം അവരുടെ കുമ്പയിലേക്കാണ് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങൾക്ക് എല്ലാം നൽകുന്നു. UDFിൻ്റെ ആളുകളാവുമ്പോൾ സ്വന്തം നിലക്ക് അവരതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. You know, my dear sisters and brothers, what work LDF government has done in this corona time. You know how they have looked after the people of Kerala. I want to tell you, on 22nd of March last year, Modi came on the TV. What did he say? Bring a patram. Patram kondu va. Tang, 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 and COVID poi. That is what Modi is saying. And our health minister, Shailaja teacher, on the 1st of January, she told the people of Kerala, Corona will come to Kerala. But don't worry, LDF government will look after you. LDF government will take care of you. We will give you hospitals, we will give you doctor, we will give you aushadhi, we will look after you. That is the difference. One wants to fight Maharoga, Mahamari with Andhavishwas, and LDF wants to fight with Shastra. You have to decide, you want Shastra or you want Andhavishwas. ഈ കൊറോണ വൈറസിൻ്റെ മഹാമാരി വന്ന സമയത്ത് എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നത്? കഴിഞ്ഞ 2000 മാർച്ച് 22 നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം വന്നു, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പാത്രം കൊട്ടണം, നിങ്ങളെല്ലാവരും പാത്രം കൊട്ടണം, പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കൊട്ടിക്കഴിഞ്ഞാൽ കൊറോണ പോകുമെന്ന്. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജനുവരി 1 തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വരുന്നുണ്ട്, ഒരു രോഗം വരുന്നുണ്ട്. പക്ഷെ ആരും ഭയപ്പെടണ്ട, ആരും ആശങ്കപ്പെടണ്ട, നിങ്ങളെ ഗവൺമെൻറ് സംരക്ഷിക്കും, ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ മഹാമാരിയെ നിന്ന് ഗവൺമെൻറ് നിങ്ങളെ സംരക്ഷിക്കും. ഒരു കൂട്ടർ അന്ധവിശ്വാസം കൊണ്ടാണ് കൊറോണയെ നേരിടുന്നത്. ഇവിടെ നേരിടുന്നത് ശാസ്ത്രം കൊണ്ടാണ്. ഇതിൽ അന്ധവിശ്വാസം വേണോ ശാസ്ത്രം വേണോ എന്നുള്ള കാര്യം നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. You know what LDF government has done? Each and every family, they are getting full kit. For the small children, they are getting pal. Everything is coming to the house. There are hospitals, there are beds, palliative care center is there. All the people are being properly looked after. Even the workers who are coming from Bihar, coming from Uttar Pradesh, they are kept in the quarantine centers. They were also given food. They said, Chora Vanda. They said, okay, we will give you chapati. And when the lockdown was lifted, all those workers, they were given a train ticket. They were given one bag. They were given chiripu. And they were sent like guests back to their homes. This is the way Kerala LDF government looked after people, not only Kerala people, but poor people coming from outside Kerala.
കേരള ഗവൺമെൻറ് എല്ലാ വീടുകളിലേക്കും ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു, ചെറിയ കുട്ടികൾക്ക് പാലെത്തിച്ചു. ഇതെല്ലാം വീട്ടിലെത്തിച്ചു കൊടുക്കുകയായിരുന്നു. ആശുപത്രികൾ ഉണ്ടാക്കി, അവിടെ ബെഡുകൾ ഉണ്ടാക്കി, പാലിയേറ്റീവ് കെയറിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. എന്തിനേറെ പറയുന്ന UP-യിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് ക്വാറന്റൈനിൽ കിടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഇവിടെ അരി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചപ്പാത്തി കൊടുത്തു. അവസാനം ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ വന്നപ്പോൾ അവർക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് കൊടുത്തു, അവർക്ക് ബാഗ് കൊടുത്തു, അവർക്ക് ചെരുപ്പ് കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അതായത് കേരളത്തിലെ ഗവൺമെൻറ് മലയാളികൾക്ക് മാത്രമല്ല, അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്ന ആളുകളെ പോലും ഈ നിലക്കാണ് കേരളത്തിലെ ഗവൺമെൻറ് പരിഗണിച്ചത്, അവരുടെ കാര്യങ്ങൾ നോക്കിയത്. And you have seen how the poor people were treated by BJP and Congress governments. You have seen those pictures. One girl, she is cycling for 2,000 kilometers with her achan sitting at the back of the cycle. One man, he is carrying his mother for 1,000 kilometers. Cherupa illa, clothes are torn, no money, no food. That man is carrying his mother for 1,000 kilometers. You have seen one lady, she is pulling her suitcase for 500 kilometers and the small child is sitting on top of the suitcase. This is the terrible, pathetic condition in which poor people were treated in the rest of the country, because they are not treated like human beings, and in Kerala all people are treated like members of the family. BJP-യും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏത് നിലക്കാണ് ഈ സമയത്ത് ആളുകളെ പരിഗണിച്ചത്? നമ്മൾ കണ്ടല്ലോ, ഒരു പെൺകുട്ടി 2000 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുന്നു. മറ്റൊരു പെൺകുട്ടി 1000 കിലോമീറ്റർ അമ്മയെ ചുമന്നുകൊണ്ട് പോകുന്നു. 500 കിലോമീറ്റർ പെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ കണ്ടു. ആ പെട്ടിയുടെ പുറത്ത് ആ സ്ത്രീയുടെ കുട്ടി ഇരിക്കുകയാണ്. ഈ നിലക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സമയത്ത്, ഈ മഹാമാരിയുടെ സമയത്ത് ആളുകൾക്ക് കിട്ടിയിരുന്നത്. കാരണം മനുഷ്യത്വപരമായിട്ട് മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരെ പരിഗണിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായില്ല. അവരെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നല്ലോ കേരളത്തിലെ നിലപാട്. All the sections of Kerala people have benefited from the LDF government. Anganwadi workers, Asha workers, midday meal workers, they are getting the highest salary in the whole of India. MNREGA workers, mostly they are poor ladies, they are getting 295 rupees every day, and after 100 days of work they are getting 1000 rupees pension. Please go and see in other parts of India, all these workers, they are not getting paid for 6 months, they are not getting paid for 1 year. To get their wages they have to pay a bribe. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും കേരളത്തിലെ ഗവൺമെൻറ് പരിഗണിച്ചു. ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഗുണം അവർക്കെല്ലാവർക്കും കിട്ടി. അംഗനവാടി വർക്കേഴ്സിന്, ആശാ വർക്കേഴ്സിന്, ഉച്ചയൂണുണ്ടാക്കുന്ന പാചക തൊഴിലാളികൾ ചെയ്യുന്ന ആളുകൾക്ക്, അവർക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ താങ്ങും തണലുമുണ്ടായി. നമ്മുടെ പാവപ്പെട്ട, ഏറ്റവും പാവപ്പെട്ട ആളുകൾ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് മേഖലയിൽ 290 രൂപ അവർക്കുള്ള വരുമാനം ഉറപ്പിച്ചു. 100 ദിവസം ജോലി ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപ പെൻഷൻ ഉണ്ടാക്കുമെന്നുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താ? 6 മാസത്തിനും 1 കൊല്ലത്തിനുമൊന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കിട്ടുന്ന അവസ്ഥ പോലുമില്ല. അതിനും അവിടെ കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. My dear sisters and brothers, when I came to Kerala 3 years back, I saw in each and every petrol pump big picture. One side Modi, one side Omana. One side Modi, one side Malati. One side Modi, one side Noor Jahan. Noor Jahan, Omana, Malati, they are very happy. Valara Santosham. Moona gas cylinder free Modi is giving us. They are very happy. I have come now, I am looking, Omana evade, Malati evade, Noor Jahan evade, Neriya veetil poi. Why? One gas cylinder is 1000 rupees. Ippo gas illa, Malati, Omana, Noor Jahan, veetil. They are lighting the stove to cook the food for the family. But my dear sisters and brothers, LDF government will come and they will give Vidamma pension, 2000 rupees for the ladies who are looking after the house
looking after the children, looking after the family, they will get 2,000 rupees every month and they can buy one gas cylinder every month from the Vidamma pension. 3 കൊല്ലം മുമ്പ് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എല്ലാ പെട്രോൾ പമ്പുകളിലും ബോർഡുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി, മറുഭാഗത്ത് ഓമന. മറ്റൊരു ബോർഡിൽ നരേന്ദ്രമോദി മാലതി, വേറൊന്നിൽ നരേന്ദ്രമോദി നൂർജഹാൻ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള പരസ്യം എന്താണ്? അവർക്കെല്ലാവർക്കും 3 ഗ്യാസ് സിലിണ്ടറുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതുകൊണ്ട് ഇവരെല്ലാവരും വളരെ സന്തുഷ്ടരാണ് എന്നുള്ള പരസ്യമായിരുന്നു. ഇന്ന് വന്ന് നോക്കുമ്പോൾ ഈ ഓമനയെയും മാലതിയെയും നൂർജഹാനെയും ഒന്നും അവിടെ കാണുന്നില്ല. കാരണം ഒരു സിലിണ്ടറിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1000 രൂപ കൊടുക്കണം. അവർക്ക് ഇവിടെ വന്നിരിക്കാനുള്ള നേരമില്ല. അവരെല്ലാം വീട്ടിലിരുന്ന് അടുപ്പൂതിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് 2000 രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 2000 രൂപ കിട്ടിയാൽ 1000 രൂപ കൊടുത്ത് ഒരു സിലിണ്ടർ വാങ്ങാൻ അവർക്ക് സാധിക്കും. ആ നിലയ്ക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. My dear sisters and brothers, the LDF government is doing everything for the people in Kerala. You know Kutumbashri Yojana, that is being given all help from the Kerala government. They are getting loan for only 4% interest and they are doing so much work. So much work is being done. You please go and see in other states. SHG groups, they are getting loan 12% interest, 14% interest, and now the police is coming. Those poor women, they cannot repay the loan. So the police is coming and those ladies, they are being taken to the jail. This is the difference between LDF government and all these other governments. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ട എല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ കുടുംബശ്രീ ഉണ്ട്. ആ കുടുംബശ്രീയുടെ കീഴിൽ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 4% പലിശക്ക് അവിടെ നിന്ന് ലോൺ കിട്ടുന്നുണ്ട്. ആ ലോൺ എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടുത്തെ ഇതേപോലുള്ള സ്വാശ്രയ സംഘങ്ങൾ, SHG ഗ്രൂപ്പുകൾ, അവർക്ക് 12%, 14% പലിശക്കാണ് ലോൺ കിട്ടുന്നത്. ആ സ്ത്രീകൾക്കത് തിരിച്ചടക്കാൻ കഴിയുന്നില്ല. അവസാനം റിക്കവറിക്ക് വേണ്ടി പോലീസ് വരികയാണ്, പിടിച്ചുകൊണ്ടുപോയി അവരെ ജയിലിലിടുന്ന അവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. This LDF government, it is fighting for the rights of the Kerala people against the BJP government also. You know Modi, he wants to sell Thiruvananthapuram airport. He wants to sell Ernakulam railway station. He thinks it is his Tharavad property and he can sell everything. But the LDF government has gone to the court to save the airports and save the property of the people of Kerala. But I want to tell you, Shashi Tharoor, who is the Congress MP of Thiruvananthapuram, he says it is good, sell the airport. You sell Kannur also, sell Kochi also, sell Kozhikode also. Everything can be sold. This is what Shashi Tharoor is saying. എന്ന് മാത്രമല്ല, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടി ഗവൺമെൻറ് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മോഡി ഗവൺമെൻറ് തിരുവനന്തപുരത്തെ എയർപോർട്ട് വിൽക്കാൻ തീരുമാനിക്കുന്നു, എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷൻ വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എല്ലാം അവരുടെ തറവാട് സ്വത്ത് പോലെ വിൽക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കോടതിയിലേക്ക് വരെ പോയി ഇതിനു വേണ്ടി കേസ് കൊടുക്കുന്ന നിയമയുദ്ധം വരെ നടത്തുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശശി തരൂർ പറയുന്നു എല്ലാം വിറ്റോട്ടെ, തിരുവനന്തപുരം, കോഴിക്കോടും എറണാകുളത്തും ഒക്കെയുള്ള എയർപോർട്ടുകളൊക്കെ വിറ്റോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് ശശി തരൂരിനെ പോലുള്ള ആളുകൾ പോലും എടുക്കുന്നത്. And because of the work that LDF government has done, because people of Kerala, they are supporting the LDF government, so the central government is now interfering. Central agencies have come to Kerala to stop all the development work in Kerala. Central agencies, they are threatening the government, they are threatening our ministers, they are threatening our chief minister. I want to tell you, my dear sisters and brothers, we must tell Modi, this is Kerala. This is Kerala. Whenever the center tries to disturb our elected government, the people of Kerala, they stand up with the red flag, they hold the red flag and they fight for the government and they fight for those whom they have chosen as their representatives. LDF ഗവൺമെൻറ് ചെയ്യുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടാത്ത, അത് ദഹിക്കാത്ത ആൾക്കാരാണ്. അത് തകർക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികൾ ഇവിടെ വരുന്നത്. കേന്ദ്ര ഏജൻസികൾ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ്.
അവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തുന്നു, മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന, വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം കോരിക്കുന്ന ആ കേന്ദ്ര ഏജൻസികളോട്, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയോട് നിങ്ങൾ പറയേണ്ടത് ഇത് കേരളമാണ്. ഇത് കേരളമാണ്. ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ താർക്കാൻ വന്നാൽ ഈ ചെങ്കടി ഏന്തിക്കൊണ്ട് ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും രംഗത്ത് വരണം. My dear sisters and brothers, UDF does not care for the rights of Kerala government. UDF does not care for Kerala development. What Modi says today, Chennathala will say tomorrow. What Amit Shah will say today, Oommen Chandy will say tomorrow. Now you know, Chennathala, he has gone to the election commission and he has made an appeal. Stop the kit. Stop all the welfare schemes. Vishu package, Vanda, stop it. Why? They don't care about poor people of Kerala. They don't think about families of Kerala. They only want to form the government. They only want the chair. But this time, people of Kerala will teach them a lesson. കേരളത്തിലെ UDF കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആകുലതയില്ല. അതിനുവേണ്ടി അവർ നിലനിൽക്കുന്നില്ല. കേരളത്തിൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവർ സംസാരിക്കുന്നില്ല, അവർ മിണ്ടുന്നില്ല. എന്താണോ മോഡി പറയുന്നത് അത് ആവർത്തിക്കുകയാണ് കേരളത്തിലെ UDF. എന്താണോ അമിത്ഷാ പറയുന്നത് അത് ആവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ കിറ്റ് വിതരണത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ പരാതിയുമായിട്ട് പോയിരിക്കുകയാണ്. വിഷു പാക്കേജ് കൊടുക്കുന്നതിന്, വിഷുവിന് കിറ്റ് വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പരാതിയുമായിട്ട് പോയിരിക്കുകയാണ്. ജനങ്ങൾക്ക് അന്നം കൊടുക്കുന്നതിനെതിരെയുള്ള പരാതിയുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പോയിട്ടുള്ളത്. They do not care for the people of Kerala, and people of Kerala will teach them a lesson. അവർ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് തീരെ ശ്രദ്ധയില്ല. ഏതെങ്കിലും നിലക്ക് അധികാരത്തിൽ വരണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. But my dear sisters and brothers, we have to vote very carefully, because in Kerala now there is a sambandham between BJP and UDF. UDF is saying you give your votes to us, and BJP is saying you also give your votes to us. Where BJP is strong, UDF will give BJP votes. Where Congress is strong, IUML is strong, BJP will give them votes. This is the sambandham that is happening in Kerala between BJP and UDF. Sambandham മനസ്സിലായോ? Yes. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വോട്ടവകാശം വളരെ ശ്രദ്ധാപൂർവം, വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഇവിടെ BJPയും UDFും തമ്മിലൊരു സംബന്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ BJPക്ക് ശക്തിയുള്ളത് അവിടെ UDFകാരുടെ വോട്ട് BJPക്ക് കൊടുക്കാമെന്നുള്ളതാണ്. എവിടെയൊക്കെയാണോ UDFന് ശക്തിയുള്ളത് അവിടെ BJPയുടെ വോട്ട് UDFന് കൊടുക്കുക എന്നുള്ളതല്ല. ഈ നിലക്കുള്ള ഒരു സംബന്ധം, ഒരു അവിശുദ്ധമായിട്ടുള്ള ബന്ധം ഇവർ തമ്മിലുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ഈ സമ്മതിദാനാവകാശം നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. That is why, my dear sisters and brothers, I am appealing to you in this constituency. We must say victory for LDF, defeat UDF, and BJP's deposit must be lost in this constituency. Please vote for Comrade KT Jaleel. Please vote for auto rickshaw. That is my appeal. Many thanks. Inqilab Zindabad. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ LDFിൻ്റെ വിജയത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. BJPയെ തോൽപ്പിക്കണം. BJPക്ക് കെട്ടിവെച്ച പണം കിട്ടാൻ പാടില്ല. UDFിനെ തോൽപ്പിക്കണം. സഖാവ് ജലീലിനെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ജലീലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. Now I want you to all give the slogan with me. You will give the slogan. ഇതേപോലെ മുദ്രാവാക്യം വിളിക്കുക. ഉറപ്പാണ് LDF. ഉറപ്പാണ് LDF. ഉറപ്പാണ് LDF. ഉറപ്പാണ് LDF. ഉറപ്പാണ് കേരളം. ഉറപ്പാണ് കേരളം. ഉറപ്പാണ് കേരളം. ഉറപ്പാണ് കേരളം. Thank you.